ട്രംപ് വൈറ്റ് ഹൌസ് പൊളിച്ചോ? ബുൾഡോസർ വൈറ്റ് ഹൌസിന്റെ ഒരു ഭാഗം പൊളിച്ചു നീക്കുന്നതിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ഉയർന്ന സംശയങ്ങളിൽ ഒന്നാണ് അമേരിക്കയുടെ ഭരണ സ്ഥിരാകേന്ദ്രത്തിലേക്ക് ട്രംപിന്റെ ബുൾഡോസർ ഇടിച്ചു കയറ്റിയതിനെതിരെ വിമർശനങ്ങളും ശക്തമാണ്. ശരിക്കും പൊളിക്കലല്ല, ഒരു നിർമ്മാണ പ്രവൃത്തിക്കാണ് തുടക്കമായിരിക്കുന്നത്. തന്റെ ദീർഘകാല സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള ശ്രമത്തിലാണ് ട്രംപ്. വൈറ്റ് ഹൌസിന്റെ ചരിത്രപരമായ ഈസ്റ്റ് വിംഗ് ഭാഗികമായി തകർത്ത് ഒരു ആഡംബര ബോൾറൂം നിർമ്മിക്കാനാണ് പദ്ധതി. 1948 ശേഷം വൈറ്റ് ഹൌസിൽ നടക്കുന്ന ആദ്യ ഘടനാപരമായ മാറ്റമാണിത്. $250 മില്യൺ ചെലവ്. അമേരിക്ക സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന അവസരത്തിൽ ആരാണ് ട്രംപിന്റെ ഈ പദ്ധതിക്ക് പണം മുടക്കുന്നത്? എന്തൊക്കെയാണ് വിവാദങ്ങൾ? വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. വൈറ്റ് ഹൌസിന്റെ ചരിത്രപരമായ ഈസ്റ്റ് വിംഗ് ഭാഗികമായി തകർത്ത് $250 മില്യൺ ചെലവഴിച്ച് ഒരു ആഡംബര ബോൾറൂം നിർമ്മിക്കാനുള്ള ട്രംപിന്റെ പദ്ധതി US രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. ജൂലൈയിൽ പ്രഖ്യാപിച്ച പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തിങ്കളാഴ്ചയാണ് ആരംഭിച്ചത്. നാഷണൽ ക്യാപിറ്റൽ പ്ലാനിംഗ് കമ്മീഷന്റെ ഔദ്യോഗിക അനുമതി പോലുമില്ലാതെ മുന്നോട്ട് നടപടികളുമായി പോവുകയാണ് ട്രംപ്. രാജ്യവ്യാപകമായ അടച്ചുപൂട്ടലിനെ തുടർന്ന് ഈ ഫെഡറൽ ഏജൻസി പ്രവർത്തനരഹിതമാണ്. തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മറ്റ് രാജ്യനേതാക്കൾക്കും പ്രമുഖ വ്യക്തികൾക്കും ആതിഥ്യമരുളാൻ വേണ്ടത്ര വലിപ്പമുള്ള ഒരു സ്ഥലം വൈറ്റ് ഹൌസിൽ ഇല്ലെന്ന പരാതി ട്രംപിന് നേരത്തെയുണ്ട്. ഇത്തരം സ്റ്റേറ്റ് ഡിന്നറുകൾ സാധാരണയായി വൈറ്റ് ഹൌസിന്റെ പുൽത്തകിടിയിൽ വെച്ച് നടത്താറാണ് പതിവ്. ട്രംപിന്റെ ഈ പദ്ധതി പുതിയതല്ല. 2010 ബരാക് ഒബാമയുടെ ഉപദേശകനായ ഡേവിഡ് ആക്സൽറോഡിനോട് ട്രംപ് ഈ ആവശ്യം ഉയർത്തിയിരുന്നു. 2016 പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കവേ $100 മില്യൺ ചെലവഴിച്ച് പദ്ധതി നടപ്പിലാക്കാമെന്ന് ഒബാമ ഭരണകൂടത്തിന് വാഗ്ദാനം ചെയ്തെങ്കിലും അന്നത് നിരസിക്കപ്പെട്ടു. തന്റെ രണ്ടാം ടേമിൽ ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ പോവുകയാണ് ട്രംപ്. 2025 വീണ്ടും പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം വൈറ്റ് ഹൌസിനെ കൂടുതൽ ആഡംബരപൂർണ്ണമാക്കാനുള്ള തന്റെ പദ്ധതികൾ ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ജൂലൈ 31 ബോൾറൂം പദ്ധതി പ്രഖ്യാപിക്കുന്നത്. 150 വർഷത്തിലേറെയായി എല്ലാ പ്രസിഡന്റുമാരും വൈറ്റ് ഹൌസിൽ ഒരു ബോൾറൂം ഉണ്ടാകണമെന്ന് സ്വപ്നം കണ്ടിട്ടുണ്ട്. ഗംഭീര പാർട്ടികൾ, സ്റ്റേറ്റ് വിസിറ്റുകൾ എന്നിവയ്ക്കായി ഇത് അനിവാര്യമാണ്. ഈ പദ്ധതി ആരംഭിക്കുന്ന ആദ്യ പ്രസിഡന്റ് ആയതിനാൽ തനിക്ക് അഭിമാനമുണ്ടെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. 1902 ആദ്യമായി നിർമ്മിച്ച ഈസ്റ്റ് വിംഗിന്റെ 2 നില കെട്ടിടം 1977 റോസലിൻ കാർട്ടറിന്റെ കാലം മുതൽ ഫസ്റ്റ് ലേഡിയുടെ ഓഫീസുകൾക്കും സ്റ്റാഫിനും വേണ്ടിയാണ് ഉപയോഗിക്കപ്പെടുന്നത്. വിദേശ പ്രമുഖർക്കുള്ള സന്ദർശക പ്രവേശന കവാടവും ഒരു വലിയ തിയേറ്ററും രാഷ്ട്രീയതര പാർട്ടികൾക്കുള്ള ക്ഷണപത്രികകൾ തയ്യാറാക്കുന്ന ഗ്രാഫിക്സ് ആൻഡ് കാലിഗ്രാഫി ഓഫീസും ഇവിടെയാണ്. പ്രസിഡന്റിന്റെ ഭൂമിക്കടിയിലെ അടിയന്തര ബങ്കറിന് നേരെ മുകളിലാണ് ഈസ്റ്റ് വിംഗ് നിർമ്മിച്ചിരിക്കുന്നത്. സെപ്റ്റംബറിൽ 999 ആളുകളെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള ബോൾറൂം പദ്ധതി ട്രംപ് പ്രഖ്യാപിച്ചു. സെപ്റ്റംബറിൽ തയ്യാറെടുപ്പുകൾ തുടങ്ങിയിരുന്നു. ഒക്ടോബർ 20 ഈസ്റ്റ് വിംഗ് ഫെസറ്റ് ഭാഗികമായി തകർത്ത് നിർമ്മാണം ആരംഭിച്ചു. 2029 ജനുവരിയിൽ ട്രംപിന്റെ ടേം അവസാനിക്കുന്നതിന് മുൻപ് പണി പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷ. വൈറ്റ് ഹൌസിന്റെ ഏറ്റവും വലിയ നിർമ്മാണമായിരിക്കും ഏകദേശം 90,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള ബോൾറൂം. വൈറ്റ് ഹൌസ് മെയിൻ ബിൽഡിംഗിന്റെ ഇരട്ടി വലിപ്പമുണ്ടാകും ഇതിന്. ബോൾറൂമിന്റെ ഫ്ലോർ ഏരിയ 25,000 സ്ക്വയർ ഫീറ്റ് ആണെന്നാണ് റിപ്പോർട്ടുകൾ. ഉയർന്ന സീലിംഗുകൾ, ഗ്ലാമറസ് ഷാൻഡ്ലിയറുകൾ, ഓവർ ദ ടോപ്പ് ഗോൾഡ് ഡെക്കറേഷനുകൾ എന്നിങ്ങനെ കണ്ണഞ്ചിപ്പിക്കുന്ന ഒരുക്കങ്ങളാണ് ഇവിടെ ഉണ്ടാവുക. ഒക്ടോബർ 21 നിർമ്മാണം ആരംഭിച്ചതിനു പിന്നാലെ വൈറ്റ് ഹൌസിന്റെ ഈസ്റ്റ് വിംഗിലെ പൊളിച്ചുമാറ്റൽ ഫോട്ടോകൾ എടുക്കുകയോ പങ്കുവയ്ക്കുകയോ ചെയ്യരുത് എന്നൊരു നിർദ്ദേശം ട്രഷറി ഡിപ്പാർട്ട്മെന്റ് തങ്ങളുടെ ജീവനക്കാർക്ക് നൽകിയിരുന്നു. എന്നാൽ ഈ നിർദ്ദേശം വന്നതിന് ശേഷവും ചില ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു. ഇത് കൂടുതൽ വിവാദങ്ങൾ ക്ഷണിച്ചു വരുത്തി. പദ്ധതി പൊതുജനങ്ങളിൽ നിന്ന് മറച്ചുപിടിക്കുകയാണ് എന്നാണ് പ്രധാന വിമർശനം. ആർക്കിടെക്ചറൽ സൊസൈറ്റികൾ നിർമ്മാണത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച് രംഗത്തെത്തി. ഈ നിർമ്മാണം വൈറ്റ് ഹൌസിന്റെ ചരിത്രപരമായ ഘടനയെ ബാധിക്കുമെന്നാണ് പറയുന്നത്. ആർക്കിടെക്റ്റുകൾ പദ്ധതി അവലോകനം ചെയ്യാൻ ആവശ്യപ്പെട്ടെങ്കിലും അത് വകവയ്ക്കാതെ പൊളിച്ചുമാറ്റൽ ആരംഭിക്കുകയായിരുന്നു. ഈസ്റ്റ് വിംഗിന്റെ വിപുലീകരണം ട്രംപിന്റെ അധികാര ദുരുപയോഗമായും വിമർശിക്കപ്പെടുന്നുണ്ട്. ട്രംപ് വൈറ്റ് ഹൌസ് നശിപ്പിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടി ഹിലരി ക്ലിന്റനും രൂക്ഷ വിമർശനം ഉന്നയിച്ചു. ഇത് അദ്ദേഹത്തിന്റെ വീടല്ല, പൊതുജനങ്ങളുടെ വീടാണ്, അത് നശിപ്പിക്കുകയാണ് എന്നായിരുന്നു ഹിലരി പറഞ്ഞത്. ഹിലരി ക്ലിന്റന്റെ പ്രതികരണം സോഷ്യൽ മീഡിയയും ഏറ്റെടുത്തു. എന്നാൽ മുൻ പ്രസിഡന്റുമാർ സമാനമായ പുനരുദ്ധാരണങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ട്രംപ് അനുകൂലികൾ പ്രതിരോധമൊരുക്കുന്നുണ്ട്. ഈസ്റ്റ് വിംഗ് പൊളിക്കുന്ന ശബ്ദം തന്റെ കാതിന് സംഗീതം പോലെയാണെന്ന ട്രംപിന്റെ പരാമർശവും വിവാദങ്ങൾ ക്ഷണിച്ചു വരുത്തി. ഈ വിവാദങ്ങളുടെ എല്ലാം കേന്ദ്രം പദ്ധതിക്ക് പണം എവിടെ എന്ന ചോദ്യത്തിൽ നിന്നാണ്.
നികുതിദായകരുടെ പണം ഉപയോഗിക്കില്ല എന്ന് ട്രംപ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. പദ്ധതിയുടെ നിർമ്മാണത്തിന്റെ ഗണ്യമായ ഭാഗം താൻ സ്വന്തമായി വഹിക്കുമെന്നും ചില പ്രൈവറ്റ് ഡോണേഴ്സ് $20 മില്യൺ ചെലവഴിക്കാൻ തയ്യാറാണെന്നും ട്രംപ് പറഞ്ഞു. ജൂലൈയിൽ $200 മില്യൺ ചെലവെന്ന് പ്രഖ്യാപിച്ചെങ്കിലും ഇപ്പോഴത് $250 മില്യനായി ഉയർന്നിരിക്കുകയാണ്. എന്നാൽ ഈ ധനസമാഹരണ മാതൃക ലീഗൽ വിദഗ്ധർക്കിടയിൽ ആശങ്കയുയർത്തിയിട്ടുണ്ട്. ആരൊക്കെയാണ് പണം നൽകുന്നത് എന്നത് സംബന്ധിച്ച് യാതൊരു ധാരണയും പൊതുജനങ്ങൾക്കില്ല. വൈറ്റ് ഹൌസിലേക്ക് കടന്നു കയറാൻ പണം ഉപയോഗിക്കുകയാണെന്നും വിമർശനം ഉയർന്നിട്ടുണ്ട്. ഈ കോർപ്പറേറ്റുകളെല്ലാം സർക്കാരിൽ നിന്ന് എന്തൊക്കെയോ നേടാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ബുഷ് ഭരണകൂടത്തിലെ മുഖ്യ നൈതിക ഉപദേശകനായിരുന്ന റിച്ചർഡ് പെയിന്റർ BBC-യോട് പറഞ്ഞു. ഒക്ടോബർ 15-ന് വൈറ്റ് ഹൌസിൽ നടന്ന ഒരു ഡിന്നറിൽ ബ്ലാക്ക്സ്റ്റോൺ, OpenAI, മൈക്രോസോഫ്റ്റ്, കോയിൻബേസ്, പലന്റിയർ, ലോക്ഹീഡ് മാർട്ടിൻ, ആമസോൺ, ഗൂഗിൾ തുടങ്ങിയ പ്രമുഖ കമ്പനികളിൽ നിന്നുള്ള മുതിർന്ന എക്സിക്യൂട്ടീവുകൾ പങ്കെടുത്തിരുന്നു. ന്യൂയോർക്ക് ജെറ്റ്സ് NFL ടീമിന്റെ ഉടമയായ വുഡി ജോൺസൺ, ടാംപ ബേ ബക്കനേഴ്സിന്റെയും മാഞ്ചസ്റ്റർ യുണൈറ്റഡ്സിന്റെയും ഉടമസ്ഥരായ ഷാരി, എഡ്വേർഡ് ഗ്ലേസർ എന്നിവരും കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ഡോണേഴ്സിന് ഇതിന് പകരമായി പ്രതിഫലവും ട്രംപിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നാണ് വിവരം. ഇവരുടെ പേര് ബോൾറൂമിന്റെ ഭിത്തികളിലോ മറ്റോ ആലേഖനം ചെയ്തേക്കും. 2021 ജനുവരി 6-ന് US ക്യാപിറ്റോളിൽ നടന്ന കലാപത്തെ തുടർന്ന് ട്രംപിന്റെ അക്കൗണ്ട് സസ്പെൻഡ് ചെയ്തത് സംബന്ധിച്ച ഒരു കേസിന്റെ ഭാഗമായി യൂട്യൂബ് $22 മില്യൺ നൽകുമെന്ന് കോടതി രേഖകൾ വ്യക്തമാക്കുന്നു. അതിനാൽ ഒരു ദാതാവ് യൂട്യൂബ് ആയിരിക്കുമെന്നാണ് സൂചന. മറ്റ് ദാതാക്കൾ ആരൊക്കെയാണ്, എത്ര തുക നൽകിയെന്നതിനെക്കുറിച്ച് വ്യക്തതയില്ല. ഔദ്യോഗിക പട്ടിക ഇനിയും പ്രസിദ്ധീകരിച്ചിട്ടില്ല. വൈറ്റ് ഹൌസ് ഡൊണേഷനുകൾ സ്വീകരിക്കുന്നതിൽ യാതൊരു അനൌചിത്യവുമില്ലെന്നും ഈ ബോൾറൂം ഭാവി ഭരണകൂടങ്ങൾക്കും ഉപയോഗിക്കാമെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ താരിഫുകൾ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്ന അവസ്ഥയിൽ ഇങ്ങനെയൊരു ഗ്രാൻഡ് പദ്ധതി ആവശ്യമുണ്ടായിരുന്നില്ല എന്നാണ് പൊതു അഭിപ്രായം. വാഷിംഗ്ടൺ ആസ്ഥാനമായുള്ള മക്രാറി ആർക്കിടെക്ട്സ് ആണ് പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത്. വെർജീനിയ ആസ്ഥാനമായുള്ള ക്ലാർക്ക് കൺസ്ട്രക്ഷനും ഡാളസ് ആസ്ഥാനമായുള്ള AECOM എഞ്ചിനീയറിംഗ് ടീമും ചേർന്നാണ് നിർമ്മാണം.